ഹായ് മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ള നമ്മുടെ ഹാർബറായിട്ടുള്ള താനൂർ ഹാർബറിലാണല്ലേ. താനൂർ ഹാർബറിൽ വന്നിട്ടുള്ള മീനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാലാവസ്ഥ മോശം, അതുപോലെ തന്നെ കടൽക്ഷോഭം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർബറിൽ നിന്ന് ആരും തന്നെ പണിക്ക് പോയിട്ടില്ല. ചെറുവഞ്ചിക്കാർ മാത്രമാണ്, ചെറുതോണിക്കാർ മാത്രമാണ് നമ്മുടെ ഹാർബറിൽ നിന്ന് ഇന്ന് ജോലിക്ക് പോയിട്ടുള്ളത്. അതിപ്പോൾ അവരുടെ മീനിൻ്റെ വിലയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഹാർബറിൽ നിന്ന് നടന്നിട്ടുള്ള കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുകിട കച്ചവടക്കാരോ അല്ലെങ്കിൽ കൊട്ടക്കാരോ അതുപോലെ തന്നെ മറ്റ് കച്ചവടക്കാരോ ആരും തന്നെ ഇല്ല. അന്ന് നമ്മുടെ ഹാർബറിൽ നടന്നിട്ടുള്ള കച്ചവടം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ് മീൻ ലേലത്തിൽ വിളിച്ചിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കച്ചവടക്കാരില്ലാത്ത ഇത് തന്നെ കാലാവസ്ഥ മോശമായതിൻ്റെ പേരിൽ, അതുമാത്രമല്ല നമ്മുടെ നാട്ടിൽ പല പ്രളയം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കച്ചവടക്കാരും ആരും വരാത്ത തന്നെ, മാർക്കറ്റിൽ വലിയ വിൽപ്പനയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർബറിൽ നിന്ന് വളരെയധികം വില കുറവിനാണ് മീൻ പോയിട്ടുള്ളത്. കൊട്ട അതുപോലെ തന്നെ മുക്കാക്കൊട്ട മീനൊക്കെ 750-900 രൂപക്കാണ് നമ്മുടെ ഹാർബറിൽ നിന്ന് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയ കരിക്കാടി, മിക്സ് ആയിട്ടുള്ള മീനുകൾ, കോര, പലതരത്തിലുള്ള മീനുകൾ ഉണ്ടായിട്ടുണ്ട്. ആ മീനുകളുടെ വിലയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. കൂട്ടാമീൻ വാങ്ങാൻ പോരുന്ന ആളുകൾ അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരാണ് ഓതിയിട്ട് മീൻ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാർബറിൽ. മീൻ വളരെ കുറവായിട്ടും ഈ വിലക്കാണ് മീൻ പോകുന്നത്. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കച്ചവടക്കാരില്ലാത്തതിൻ്റെ പേരിലാണ് ഈ മീനിക്ക് ഇത്രയും വില പോകുന്നത്. പക്ഷേ വഞ്ചിക്കാർ ആരും പണിക്ക് പോകാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റും കിട്ടാറുണ്ട്. ഒരു വഞ്ചിക്കാരൊന്നും പണിക്ക് പോകാത്തതുകൊണ്ട് തന്നെയാണ് വഞ്ചിക്കാർ ആളുകൾ തന്നെയാണ് ഈ മീൻ എടുക്കുന്നത്. ഈ വിലയിൽ, ഇത്രയും കുറഞ്ഞ വിലയിൽ നമ്മുടെ ഹാർബറിൽ ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള മീൻ മാത്രമേ കിട്ടുള്ളൂ. മറ്റ് തോണിക്കാർ, ചെറുകിട തോണിക്കാർ വളരെയധികം കുറച്ച് പേര് മാത്രമാണ് ജോലിക്ക് പോയിട്ടുള്ളത്. അവരെ മീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഒരു വഞ്ചിക്കാർ പണിക്ക് പോയിട്ടുണ്ട്, അവർ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.